എന്തിനാന്ന് ചിരണ്ടി വെച്ച ക്യാരറ്റ് ഇത് ക്യാരറ്റ് ഹൽവ ആക്കാനല്ല കേട്ടാ കുറച്ച് ഹെൽത്തി ആയിട്ട് ആയിക്കോട്ടെന്ന് വെച്ചിട്ട് വറവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ ആക്കാനൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ഇതാ നമുക്ക് ആവശ്യമുള്ള ഉള്ളിയും പച്ചമുളകും എല്ലാം കുറച്ചിട്ടുണ്ട്. ഇതാ കിടക്കുന്ന സ്വർണം, ഓ കേരള ഗോൾഡ്. ഗോൾഡ് അല്ല, ഒറിജിനൽ ഗോൾഡൊക്കെ ഇത്രയും വില ഇതിന് മാത്രമേ ഉള്ളൂ. ലിറ്ററിന് ചെറിയ പൈസ ഉള്ളൂ, ഒരു 500 ഉള്ളൂ. നോക്കിയും കണ്ടും ചിലവാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അടപ്പ് തെറിക്കും. അങ്ങനെ ആ അടപ്പ് പോരിട്ടുന്നിട്ട് ഇത് നമ്മുടെ 100 മേടിച്ചു പാൽക്കുപ്പിയുടെ ബോട്ടിൽ കേട്ടാ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് തന്നെ ഞാൻ അടിച്ചു മാറ്റിയുള്ളൂ. ഇപ്പൊ മക്കൾക്ക് ചായ കൊടുക്കാനല്ല കേട്ടാ, ഇത് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഉപയോഗിക്കല്. അങ്ങനെ കുറച്ച് എടുത്ത് വെക്കാം. ഓ എന്തൊരു സ്വർണ്ണം അല്ലേ. സ്വർണം ഒരു തൊരി പോലും താഴെ കൊണ്ട് എങ്ങനെ തന്നെ കുപ്പിക്കകത്ത് ഒഴിച്ച് വെക്കാം. ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഞാൻ കുറച്ച് പൈസക്കാരിയായിരിക്കണം, അതല്ലേ. 500 വെളിച്ചെണ്ണ ഇവനൊരു മൂലക്കെടുത്ത് വെക്കാം കേട്ടാ. അങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ വരെ ഒരു തുള്ളി ബാക്കി വെക്കാൻ വേണ്ടി എല്ലാം ഇതിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ പാത്രം വെച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഗോൾഡ് ഒഴിക്കാം. സ്വർണ്ണത്തെക്കാട്ടും കാര്യമില്ല നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും സാരമല്ല, ഓയിൽ എടുത്താലും മതി. ഞാൻ തൽക്കാലം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അടുപ്പ് നല്ലോണം ചോറ് വരായി കത്തുന്നത് കേട്ടാ. മീൻ വിട്ടാൽ കത്തിക്കരിഞ്ഞ് പോകും. അതുകൊണ്ട് വേഗം കടുകിട്ട് ഉള്ളിയിട്ട് പച്ചമുളക് ഇട്ട് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിന് കേട്ടാ. പിന്നെ ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു കളറിനൊരു കടക്കട്ടല്ലേ. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് വെൽ. ഞാനൊരു 10 മിനിറ്റ് വെള്ളം എടുക്കാൻ പറ്റും അങ്ങോട്ട് പോയത് കേട്ടാ. കണ്ടില്ലേ കത്തിക്കരിയുവേനും. ഏതോ ഒരു ഭാഗ്യത്തിന് ഇവിടെ എത്തിപ്പോയതല്ലേ. അങ്ങനെ അടുത്ത ഗോൾഡ് ഇടുന്നുണ്ട് നമ്മുടെ തേങ്ങ. തേങ്ങയില്ലാത്ത പരിപാടിയല്ല, അല്ലെങ്കിൽ നമ്മൾ റിച്ച് കൂട്ട് മാത്രമേ ഉണ്ടാക്കൂ കേട്ടോ. തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം ആയിട്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ വറവായിരിക്കുന്നു. വേണമെങ്കിൽ വറവ് അല്ലെങ്കിൽ തോരൻ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാലോ. അങ്ങനെ ഇതാ നമ്മൾ മൺചട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു. വെളിച്ചെണ്ണ വിട്ടുള്ള പരിപാടിയില്ല അല്ലേ. അങ്ങനെ കുറച്ച് ഉലുവയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി എന്നിട്ട് മിക്സ് വെൽ. എന്തിനാണെന്നറിയാലോ, നമ്മുടെ മീൻ കറിക്ക് വേണ്ട കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഉള്ളിയും ഇട്ട് കൊടുക്കുന്നു, കുറച്ച് ഉപ്പ് കൊടുക്കുന്നു. ഇത്രയും സമയം ആഞ്ഞു കത്തിയ തീ ഇതാ കിടക്കുന്നു പുകയുന്നു. അല്ലെങ്കിൽ ഇവന് ഇങ്ങനെ തന്നെ കേട്ടോ, ആവശ്യമുള്ള സമയത്ത് കത്തൂല, ഇല്ലാത്ത സമയം കത്തും. അങ്ങനെ നമ്മൾ പുളി വെച്ചിരിക്കുന്നു, തക്കാളി മുറിച്ച് വെച്ചിരിക്കുന്നു. വെക്കാനുള്ള മീൻ മാത്രം മുറിക്കാൻ മറന്നുപോയി. സാരമില്ല, അടുത്ത ചട്ടി വെച്ചാലേ. തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി വെച്ചിട്ട് എന്നിട്ടാവും മുറിച്ച് വെക്കാം. 3 മീനല്ലേ വേഗമാവും. അല്ലെങ്കിൽ നമുക്ക് പൊരിക്കുന്നതിനെക്കാട്ടിലും കറി വയ്ക്കാൻ അത്രയേ വേണ്ടൂ. ചോട്ടാ സൈന്നിട്ട് വന്നിരിക്കുന്നു. ഇത്രയും സമയം ഉറക്കത്തിലായിരുന്നു. ഇനി കറി വെക്കലും വീഡിയൊക്കെ കണക്ക് തന്നെ. അങ്ങനെ സ്പൂണൊന്നും എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ കുപ്പി അടക്കം തട്ടാം. കുപ്പി കണ്ട് തട്ടിയില്ലെങ്കിൽ ഇന്ന് മുളക് കറിയായിരിക്കും, മീൻ കറിയെല്ലാം ആവുക. പിന്നെ പുളി ഇന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കാം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. ഇത് മറ്റേ കുരുവില്ലേ, അതുവരെ കളഞ്ഞിട്ടില്ല. നല്ല തിരക്കിൽ ഞാൻ നാട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്നതാണ്. ഒരു കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഒരു പറ്റൂല, അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ മീനൊക്കെ മുറിച്ചിട്ട് കറിയൊന്ന് സെറ്റായി. ഇതിൻ്റെ ഇടയ്ക്ക് റിസ്വാനെ ഉറക്കാനും കൂടി ഞാൻ പോയിട്ടുണ്ടായി. ഇനി അതൊക്കെ വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ കറിയൊക്കെ റെഡി ആയി. ചാനൽ ആദ്യമായിട്ട് കാണുന്ന പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്കും കൂടി ചെയ്യാൻ പറഞ്ഞേക്കല്ലേ. നമ്മൾ നല്ല കുത്തിരിച്ചോറും അയിലക്കറിയും ഒരു ക്യാരറ്റ് തോരനും ഇതന്നെ ധാരാളം അല്ലേ. എന്നാൽ ഞാൻ കഴിച്ചിട്ട് വരാം. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.